ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം എരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ ഗുണ എന്ന സിനിമയിലെ ഒരു പാട്ടാണിത്. പക്ഷെ അതിപ്പോൾ ഈ പുതിയൊരു സിനിമ ഒക്കെ ഇറങ്ങിയല്ലോ, മഞ്ഞുമേൽ ബോയ്സ്. അതിൽ ഈ പാട്ട് ഒന്ന് കാണിക്കുന്നുണ്ട്. അതിലൂടെ പലരും ഈ പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ലളിതമായ രീതിയിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിറിക്സ് എനിക്ക് വലിയ വശമില്ല, തമിഴായതുകൊണ്ട് ഞാൻ ആ ട്യൂണ് അനുസരിച്ച് നോട്ട് പറഞ്ഞുതരാം. 6-ഘട്ട ശ്രുതിയിലാണ് എയ്ക്ക്. തംസിങ്കറെ ഗായിൽ വയ്ക്കാം. ഇതിൻ്റെ രാഗം എക്സാക്റ്റായിട്ട് അറിയില്ല, പക്ഷെ നമുക്കിത് വേഗത്തിൽ വായിക്കാൻ പറ്റുന്ന പാട്ടാണ്. ഗ മ ധ ഗ ഗ മ ധ പ പ എന്ന് വായിച്ചിട്ട് മായ്ക്ക് ഒരു ലൈറ്റ് ടച്ച് കൊടുക്കണം. ട ര ര ര ട ട കൺമണി. മായ്ക്ക് ഒരു ലൈറ്റ് ടച്ച് കൊടുത്താൽ മതി. ഗ മ ധ പ പ മ. അത് കഴിഞ്ഞിട്ട് രി ഗ മ ഗ സ നി. രി ഗ മ ഗ സ. ആ സ വായിച്ച ഫിംഗറുണ്ട്, നീ വായിക്കാം. നീ ഫിംഗർ ഷെയർ ചെയ്ത് വായിച്ചാൽ മതി. മന്ത്രസ്ഥായിലെ നീയാണ്, കാവളി നിഷാദ്. രി ഗ മ ഗ സ നി സ ഗ രി. ഇത് തന്നെ ഒരു ആവർത്തിയോടെ വായിക്കുമ്പോൾ അടുത്ത ലൈൻ കിട്ടും. ഗ മ ധ പ പ മ രി ഗ മ ഗ രി ഗ മ ഗ സ നി സ ഗ രി. അപ്പം ആദ്യത്തെ ലൈൻ തന്നെ രണ്ടാമത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ എന്ന് പറയുന്നത് സ നി സ ഗ രി ഗ സ. സ നി സ ഗ രി ഗ സ. സ നി സ ഗ സ. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാനി. ഈ സാനി എന്ന് വായിക്കുവാണെങ്കിൽ ചൂണ്ടുവരൽ കൊണ്ട് നമുക്ക് നീ വായിക്കാം കേട്ടോ, അല്ലെ ഷെയർ ചെയ്തും വായിക്കാം. സാനി സസ ഗ. സാനി സസ ഗ. സാനി സസ ഗ രി രി ഗ സ. സാനി സ ഗ സ ഗ മ. ഇത്രയും വായിച്ചിട്ട് പിന്നെ ആദ്യത്തെ ലൈന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഗ മ. ആദ്യത്തെ ലൈൻ ഒന്നുകൂടെ നമ്മൾ വായിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാട്ടാണിത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യമുള്ളവർ പഠിക്കുക കേട്ടോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് മറുപടി തരാം.